ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ ഒരു കോമഡി താരത്തിൻ്റെ ഒരു ആരാധികയാണ് ഞാൻ. വലിയൊരു ആരാധിക, വലിയ ഫേമസ് അല്ലെങ്കിലും പുള്ളി സാമാന്യം ഭേദപ്പെട്ട ഒരു കോമഡിക്കാരൻ. പുള്ളിയുടെ മരണവാർത്ത അറിഞ്ഞ് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ അന്നും ഈ അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞൊരു നടപ്പുണ്ടല്ലോ, രേഷ്മ തങ്കച്ചൻ അങ്ങനെ കണ്ടൊരുത്തി, അവൾ ആ സ്റ്റേജിൽ അവളെ കൊണ്ടുവരും, ആ കൊച്ചിനെ സുധി എടുക്കുന്ന ചെറുതിനെ. അപ്പോൾ ഇവള് വലിയ ഗമയിലും ജാടയിലും ഏതാണ്ടൊക്കെ തികഞ്ഞ മട്ടിലാണ് അവൾ നിൽക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരോട് ഒരു വാ പൊളിച്ച് സംസാരിക്കാതെ വലിയ എന്തോ ഒരു ഇല്ലത്ത് പൊട്ടിമുളച്ചതുപോലെ അവളുടെ നിപ്പും ഭാവമൊക്കെ. അന്നേ എനിക്ക് അവളെ ഇഷ്ടമല്ല. ഈ സുധി മരണപ്പെട്ടു. ഈ സുധി അന്ന് അവരുടെ അയൽക്കാർ പറയുന്നുണ്ട്, സുധി അന്ന് ആ ദിവസം സുധി പോണേൻ്റെ അന്ന് തലേദിവസമോ പോണേൻ്റെ രാവിലെ എങ്ങാണ്ട് അത് പിറക്കി ചുറ്റും ചീത്തയും വിളിച്ച് അവൾ ഓടിച്ചെന്ന്. ഈ സുധിയുടെ ആദ്യമേ സുധിയുടെ മരണവും എന്നറിയേണ്ടതാണ് എങ്ങനെയാണെന്ന്. പിന്നെ ഇവള് ഈ വൃത്തികേട് മുഴുവൻ ഈ ലോകത്തോട് പിന്നെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. ഈ ലോകത്തിലുള്ള ആണും പെണ്ണും കൊച്ചു പിച്ചടച്ച് ഇതെല്ലാം കണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാവരുടെയും കൈ ഫോണുണ്ട്. അതുങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളുമില്ല. ഈ കൊച്ചുങ്ങളെല്ലാം വഴി തെറ്റിക്കാനായിട്ടും വേണ്ടി ഇവള് എന്താ പറയുന്നത്, ഇവള് ഒരുമാതിരി അങ്ങ് ആറുമാതിച്ച് നടക്കുകയാണ്. പല പല വെറൈറ്റിയിലുള്ള ഡ്രസ്സ് വിട്ട് പല മോഡലും കാണിച്ച് പിന്നെ എന്താ പറയുന്നത്, അവളുടെ ഓരോ ആക്ഷൻ, അവളുടെ പിന്നെ ചുണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അവൾ അതനുസരിച്ച് മരുന്ന് പെട്ടോ എന്തെങ്കിലും വായ അടക്കി വെക്കണം. ഇവൾ എന്തെല്ലാം ആക്ഷനാണ് കാണിക്കുന്നത്. ഇത് ആരെ പ്രേരിപ്പിക്കാണ്ട് ഇവൾ കാണിക്കുന്നത്? ആർക്ക് സുഖം തോന്നാണ്ട് ഇവൾ കുറച്ച് പിള്ളേരെ പറയുന്നുണ്ട്, ആൺപിള്ളേരെ പറയുന്നുണ്ട്, അവന്മാർ കണ്ട് ആസ്വദിച്ചിട്ടാണെന്ന്. എന്ത് കണ്ട് ആസ്വദിക്കാൻ ബാലുമാക്കറിയെ? എന്ത് കണ്ട് ആസ്വദിക്കാൻ? സർവേക്കല്ലേ ഓന്തിരിക്കുന്ന പോലെ ചില ഭാഗത്തൊക്കെ അവൾ ഇരിക്കുന്നത് കണ്ടതല്ല. എന്തിനാണ് ഇവൾ കണ്ടുകൊണ്ട് ഇളകുന്നത്, അട്ടഹസിക്കുന്നതും? ഇവൾ എന്താണ് ഇവൾ മെസ്സേജ് കൊടുക്കുന്നത് ലോകത്തിന് എന്ത് മെസ്സേജ്? ഇവൾക്കൊരു ചെറിയ മകൻ കിളുത്ത് കയറി വരുന്നുണ്ടല്ലോ. ഇവൾക്കൊരു ചെറിയ മകൻ കിളുത്ത്, ആ കൊച്ചിനൊരു ഫോണും കൊടുത്തിട്ടുണ്ട്, അമ്മച്ചിയുടെ ബേക്കാന്തം കാണാനായിട്ടും വേണ്ടി ഒരു ഫോണും കൊടുത്തിട്ടുണ്ട്. ഇവൾ എന്തോന്നാണ് ഇവൾ എന്താ ധരിച്ചത്? ഇവള് വൃത്തികേട് കാണിച്ചു കൂട്ടുകയും എന്നിട്ട് മറ്റുള്ളവർ ആരെങ്കിലും അതിനോടൊന്ന് എതിര് പറഞ്ഞെന്നാൽ അവള് എല്ലാ രീതിയിലും അവരെ കളിയാക്കി ഒരുമാതിരി എന്താ ഊവളന്മാരാക്കി ഊളത്തികളാക്കി അവൾ വിടുകയാണ്. ഇവള് മിടുക്ക് കാണിച്ചിട്ട്. ഇവള് ശരിക്കും ഈ സെക്സ്വൽ മാത്രമേ കാണിക്കത്തുള്ളൂ, പറയത്തുള്ളൂ. ഇവൾ ആരാന്ന് ഇവിടെ ഭാവം? എത്രയോ നടന്മാരുണ്ട് ഫേമസ് ആയവർ. അവരാരെങ്കിലും ഈ രീതിയിൽ അഴിഞ്ഞാടി നടക്കുന്നുണ്ടോ? അവരുടെ ശരീരം കാണിച്ചുകൊണ്ടുണ്ടോ? കുറേ അവളന്മാരുണ്ട് ഇവൾക്ക് കൂട്ട്. ഇവളന്മാർക്ക് കുറച്ച് കൂട്ടുകാരും ഉണ്ട്. വേറൊരുത്തി ഉണ്ട്, ഒരു വെളുത്ത്, എനിക്ക് അവളെ പേരൊന്നും അറിയത്തില്ല. ഇവിടെ ആദ്യമൊക്കെ പൊക്കിക്കൊണ്ടെന്നാ ഇവിടെ കൊച്ചിനെ വളർത്തിക്കൊണ്ടാകുമ്പോണ്ട് അവൾ അവിടെ ഭർത്താവിനെയും കൂടെ കൂട്ടി ഇരുത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ആർക്കും ഇല്ലാത്ത സാധനമാണ് ഇവൾക്കുള്ളത്? ആർക്കും ഇല്ലാത്ത സാധനമാണ് ഇവൾക്കുള്ളത്. ഇവള് എല്ലാം ആർട്ടിഫിഷ്യൽ കാണിച്ചിട്ട് ഇവള് എല്ലാവരും പിന്നെ മേക്കപ്പും ചെയ്ത് ഓവർ മേക്കപ്പും ചെയ്ത് ഇവള് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എന്ത് കണ്ട് രസിക്കാൻ? ഇവക്ക് ഇവളെ എങ്ങനെ ഇരുത്തി പറഞ്ഞു കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇവൾ ഈ ലോകത്തെ എല്ലാവരെയും വെല്ലുവിളിച്ച് ഇവള് വലിയ കേമിയാണെന്നും ഇവള് ലോക സുന്ദരിപ്പട്ടം കിട്ടിയെന്നോ ഇവിടെ ധാരണ. ഒന്നുമില്ല, ഒരു ചുക്കടയ്ക്കായും ഇല്ല ഇവക്കൊന്നുമില്ല. ഇവളെ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. തോർന്ന ചില സമയത്ത് മറ്റേ വേറൊരു ഒരു ഒരു കുട്ടി പറഞ്ഞു കേട്ടു ഇതിനു മുന്നേ, ഞാൻ കേൾക്കാം, അതുകൊണ്ട് ഞാനിപ്പോൾ മാഡത്തിൻ്റെ നമ്പർ ഞാൻ ആവശ്യപ്പെട്ടത്. അവൾ കാണിക്കുന്ന വാ കീറി അവള് പിന്നെ ട്രിവാൻഡ്രം അല്ല, ഇവിടെ എവിടെയാ, കോട്ടയം ജില്ല മൊത്തം അടങ്ങുന്നതാണ് ഇവിടെ വാ കീറിയാൽ. മൊത്തത്തിലുള്ളവരുണ്ട് അവിടെ വാ കീറി നോക്കിയാൽ കാണാവുന്ന. ഇവൾക്ക് ഏതാണ്ട് വലിയ തികഞ്ഞ ഒരുത്തി കൊണ്ട് കളിക്കുന്ന കളി, എന്നിട്ട് എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്നു. ഇവൾ എന്ത് മെസ്സേജ് വിട്ടിട്ടാണ് ഇവള് വെല്ലുവിളിക്കുന്നത്? ഇവൾ ഇനിയും കാണിക്കുന്ന ലൈവ്. ഇവൾക്ക് ഒരു ധാരണയുണ്ട് ഇവൾ എന്തോ വിശേഷമാണ് കാണിക്കുന്നത്. ഇവിടെ ആ കൊച്ചു മക്കൾ, ആ ചെടുത്തിടെ ആ മക്കൾ ഇതെല്ലാം കാണുകയല്ലേ. നിങ്ങളുടെയൊക്കെ കണ്ണും പൂട്ടി വെച്ചിരിക്കുകയാണ്. കണ്ണ് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കാണാതിരിക്കാനായിട്ടും കേൾക്കാതിരിക്കാനായിട്ടും. ഇവൾ ആരാന്നാണ്? ഇവൾ എന്ത് മെസ്സേജാണ് ഈ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്? ഇവളെ പൂട്ടിക്കെട്ടാനായിട്ട് ഗവൺമെന്റിന് പറ്റുന്നില്ലേ? ഇവൾ ആർക്കാ പട്ടം കൈക്കൂലി കൊടുത്ത് വെച്ചിട്ടിരിക്കുന്നത്? ഇവളെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനായിട്ട് ഇവള് പെർമിഷൻ മേടിച്ചിരിക്കുന്നത്?
ഇവളെന്താണ് ഈ ആരെങ്കിലും നല്ല നല്ല ചെറുപ്പക്കാർ പിള്ളേർ ഇതിനോട് സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് വിടുന്നുണ്ട്. അതുലോ ആരൊക്കെയോ, അതൊക്കെ എന്ത് നല്ല പക്ക പിള്ളേരാ, അവരെയൊക്കെ പറയുന്നത് കണ്ട് ആസ്വദിച്ച് പിന്നെ അങ്ങ് ആസ്വദിച്ചിട്ട് പുറത്തോട്ട് വിടുവാണെന്ന്. ഇവിടെ എന്ത് കണ്ട് ആസ്വദിക്കാൻ? ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവൻ ഇവളുടെ ഗാങ്ങിപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വേറൊരുത്തൻ കണ്ട് കരയുന്നുണ്ട്, അതിൻ്റെ ചുണ്ട് പൊട്ടിയിട്ട് അത് കാണിച്ചത്. അവന് ഫ്രീ ആയിട്ടെല്ലാം കാണുന്നുണ്ട്, ചുണ്ട് പൊട്ടിച്ചത് അവനെല്ലാം കാണുന്നുണ്ട്. അവൾ ലാസ്റ്റ് പ്രമോഷന് പോയി വന്നപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് നടക്കാൻ മേല, അവൾക്ക് കവകാലും അങ്ങ് കൂടി. അവൾക്ക് പിന്നെ ഏതാണ്ട് മടല് ചെത്തി കാലിനിടയ്ക്ക് വെച്ച പോലെയാണ് അവൾ നടന്നു വന്നതും. ആ ചുണ്ടൊക്കെ അവൾ ആരെയും ഫേസ് ചെയ്യാതെ, അവൾ മുഖത്തോട്ട് ആരെയും നോക്കാതെ, അവൾ ഒരുമാതിരി അവിഞ്ഞ ഒരു വരവും വന്ന് മുഖമൊക്കെ കെറിയൊക്കെ താടിച്ച് പൊട്ടി. എൻ്റെ പൊന്നു, ആ വരവൊക്കെ ഒന്ന് ഒന്നൊന്നര വരവ്. ഇവളെ ആ കൊണ്ട് നടക്കുന്ന മീഡിയക്കാർക്കോട്ട് വേണം കൊടുക്കണ്ട ആദ്യം. ഇവളെ കൊണ്ട് നടന്ന് ഓരോന്ന് ചോദിക്കുകയും അവൾ ആ വട കാണിക്കുന്നത്, അയ്യോ എൻ്റെ വട കാണാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു അളിഞ്ഞ ചിരി അവള്. അവൾ അളിഞ്ഞ ചിരി. ഇവളങ്ങ് ആറുമാതിക്ക് വഷളാകുകയാണ്. ഇവളങ്ങ് വഷളാകുകയാണ്. ഇവള് പൈസ ഉണ്ടാക്കുന്ന ഇവക്ക് തീർത്താ തീരുകാലത്തെ അസുഖം വരും. ഇവക്ക് നോക്കിക്കും, ഇവളീ ഉള്ള മേക്കപ്പും ചെയ്ത് ഇവളുള്ള ക്രീമും പിന്നെ ഉള്ള കെമിക്കലും എല്ലാം കൂടെ കയറ്റി ഇവള് കിടന്നറിയും. ഇവളറിയാതെ ലോകത്തുനിന്ന് പോകുകയില്ല. ഇവളൊരു കാറെ കയറി നെളിഞ്ഞ് ഇവളുറക്കത്തേക്ക് ഇവക്ക് മാത്രമേ കാറുള്ളൂ. ഇവൾ പ്ലെയിനെ ഈ പറഞ്ഞ നമ്മളൊക്കെ പ്ലെയിനെ കയറുകയാണ്. ഇതുപോലെ ലോകത്തെ അറിയിച്ച് നടക്കുകയല്ല. അവൾ പ്ലെയിനെ കയറിയപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു ഞാനിങ്ങനെ കറങ്ങുമെന്ന്. അവിടെ ആ ആക്ഷനും തൊലിഞ്ഞും മോന്തയും കാണുമ്പോൾ ഉണ്ടല്ലോ, കയറിന്ന് നിരങ്ങാൻ തോന്നുന്നു അവിടെ മോന്ത. ഇവളെന്താ വിചാരിച്ചു? ഇവള് ലോകത്തുള്ള നല്ല നല്ല പെൺപിള്ളാരെയും എല്ലാ ആൺപിള്ളാരെയും എല്ലാം ഇവൾ വെല്ലുവിളിച്ച് ഇവൾക്ക് ആരെങ്കിലും പ്രതികരണം നടത്തുകയാണെങ്കിൽ അവർ മോശക്കാരാണ് ഇവിടെ കാഴ്ചപ്പാടിൽ. ഇവളാരാണ്? ഇവളെ നമ്പർ 1 ആയിട്ട് നടക്കുന്നവള്. ഇവളെ ഓരോരോ പിള്ളേരിടുന്ന മെസ്സേജിനടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ ഉണ്ടല്ലോ, എനിക്ക് കമൻറ്റ് കാണാണ്ട് വേണ്ടി ഞാൻ നോക്കും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിട്ടില്ല ഇവളോടുള്ള പ്രതികാരം പറയുന്നതിൻ്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കമൻറ്റുകൾ കാണാൻ ഞാൻ നോക്കും. ഇവള് കുറച്ച് അങ്ങോട്ട് ആർമാജി കെട്ടിപ്പിടിക്കാത്ത സീനുകളുണ്ടോ അവൾക്ക്? ഇവളാ സുധിയെ എങ്ങനെയായിരുന്നു? സുധിയെ കൊല്ലിച്ചതാണോ? സുധിയ മരിച്ച നിമിഷം തൊട്ട് ഇവൾ ആടാൻ തുടങ്ങിയതാണല്ലോ. എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചു, അവൾക്ക് ഒരു കാലിൻ്റെ പാദം വിട്ടുപോയതാ. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ അച്ഛൻ ഇപ്പം പ്രായം ചെന്നിരിക്കുക, എൻ്റെ അച്ഛനും കൂടെയാണ് നോക്കുന്നത്. അതായത് അവൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് അത് കാണിക്കാഞ്ഞിട്ട്. അയ്യോ, ഒരു കാന്താരി കർണം പൊട്ടി മുളക് അങ്ങോട്ട് അരച്ച് ഉരുട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ അവൾ നേരെ നിൽക്കരുത്. അയ്യോ, അവളെ അത്ര വിഷമം കയറിയാണ് ഇവളെന്താ വിചാരിച്ചത്? വിഷമം കയറി. ഓക്കെ മാഡം, ഞാൻ തിരക്കിലാണ്, എനിക്ക് ഇത്രയും പറഞ്ഞില്ല. ഇത് ഒത്തിരി ഉണ്ട്. ഇനി സമയമുണ്ടല്ലോ. നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഇവള് നേരെയാകുകയില്ല. അതിനൂടെ ലീഡ് ചെയ്യുകയാണ്. അത്ര അഴിഞ്ഞാട്ടക്കാരിയാണ് വേറൊരു അഴിഞ്ഞാട്ടക്കാർ. തന്തയും തള്ളയും പിടിച്ച് ആ ചേടുത്തി ഒരുത്തി അവളെയും പിടിച്ച് കെട്ടിയിട്ടിട്ട് പേട്ടപ്പിച്ചങ്ങോട്ട് ചട്ടുകം പഴിപ്പിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം. മകളുടെ വലിയ സ്ക്രീനിൽ ഈ ഫിലിം ഷോ കാണിക്കുന്നതല്ലേ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. പക്ഷെ അയാൾ പ്രതികരിച്ചാൽ അയാളുടെ ജീവൻ അപകടത്തിലാണ്. ഇവക്ക് ചുറ്റും ഗുണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഇത്ര അറുമാദിക്കുന്നത്. ഇവക്ക് ചുറ്റിനും ഗുണ്ടകളുണ്ട്. ഇവൾ ഇത്ര അറുമാദിക്കുന്ന അതാണ്. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഈ ബോംബെയിലെ ചുമന്ന തെരുവിലുള്ള സൈസ് ഗുണ്ടകളുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. എത്ര സുന്ദരികളുണ്ട് ഈ നമ്മുടെ എന്താ പറയുന്നത്, നടീനടന്മാരും സുന്ദരന്മാരും. ഇവരാരും എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് വെളുപ്പുണ്ട്, എനിക്ക് വിരലുണ്ട്, എനിക്ക് കൈയുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ഒന്നും നടക്കല്ല. ഇത് അല്പന് പദവി കിട്ടിയപ്പോൾ അർദ്ധരാത്രിക്ക് കുട ചൂടുവാണ് ഇവള് ചെയ്യുന്നത്. അല്പന് പദവി കിട്ടിയപ്പോൾ അർദ്ധരാത്രിക്ക് കുട ചൂടുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കാണുകയാണ്. ഇവിടെ ശരീരം മാക്സിമം പ്രദർശിപ്പിച്ചാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇവക്കല്ലാതെ വേറെ തൊഴിലില്ല. അക്കൗണ്ടൻ്റായിട്ട് എങ്ങാണ്ട് കിട്ടിയതാണ് അവൾക്ക്. അതിന് ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സെക്ഷനിൽ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു.
പിന്നെ ഈ ക്ലറിക്കൽ വർക്ക് ഞാൻ എനിക്ക് അതിൻ്റെ ഒന്നും ബില്ലിൻ്റെ ഒന്നും എനിക്കൊരു കുന്തവും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കറിയാൻ മേലാതെ വന്നിരുന്ന ആ സീറ്റിൽ ഇപ്പോൾ ഞാൻ വന്നിരുന്ന് ജോലി ചെയ്യുകയാണ്. 32 വർഷം ഞാൻ പൂർത്തിയാക്കി. ഞാൻ ഇപ്പോൾ പെൻഷനാകാൻ പോവാണ്. എനിക്ക് ഈസിൻ്റെ ജോലിയാണ് മാഡം ചെയ്യുന്നതും അറിയാൻ അല്ലാതെ എനിക്ക് ആ പണി അറിയത്തില്ല. എനിക്ക് ഈ പണി എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ തുണി പൊക്കി ചാടാനും മറ്റുള്ളവൻ്റെ അടുത്ത് പോയി തുണി അഴിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാനും ഉമ്മ കൊടുക്കാനൊന്നും നമ്മളെങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടുമില്ല, വളർത്തി വിട്ടിട്ടുമില്ല. നമ്മളെയൊക്കെ മാന്യം മര്യാദയുടെ അപ്പനും അമ്മയുടെയും ചുള്ളിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ച് പോകുന്നത്. പിന്നെ ഭർത്താവായി, പിന്നെ ഭർത്താവിൻ്റെ ചൊല്ലിൽ അങ്ങനെയൊക്കെ. ഇത് ഭർത്താവിനെ ആടിച്ച് അയലക്കംകാരെ ആടിച്ച് കോളനി കിടന്ന് കുണ്ടം കുഴിച്ച് എലിക്കുഴിയിലും കിടന്ന് ഇവക്ക് ആ രീതിയാണ് ഇവളിപ്പോഴും കാണിച്ചു നടക്കുന്നത്. എന്നെ ആച്ചാലുള്ളത് തൂത്താൻ മാറുമെന്ന് എന്തൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമോഷൻ. ഇന്നലെ അവൾ ഏതല്ലോ പറഞ്ഞു കേട്ടു, പ്രമോഷൻ. എന്തൊരു പ്രമോഷൻ? ഇവക്ക് മാത്രമല്ലേ പ്രമോഷൻ, അതും ബാറിൽ. ഇവിടെ പ്രമോഷൻ മുഴുവൻ ബാറിനകത്താ. അയ്യോ, കാണുന്ന ഈ കടൽ കുതിരകൾ കാണുന്നുണ്ട്. കടൽ കുതിരകൾ കുന്തളിക്കുന്ന പോലെ ഈ ചിരി വരും. അവർക്കിട്ട് ചാട്ട് കമ്മച്ച് പഴിപ്പിച്ചിങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. അവൾ ഇരിക്കരുത്. പുറകിലൊക്കെ ഇച്ചിരി ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ എന്നതായിരുന്നു ആട്ടം. മാഡത്തിനെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് ഞാനങ്ങ് പാടുപെടുമായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ എപ്പിസോഡും ഞാൻ കാണും, എല്ലാ മെസ്സേജും ഞാൻ കാണും. മീൻസ് ഒരെണ്ണത്തിൽ മാത്രം ഇവൾക്കൊരു സപ്പോർട്ട്, ഒരു സമയത്ത് ഒരു സപ്പോർട്ടും കൊണ്ട് വന്നായിരുന്നു മാഡം. എനിക്കത് ഒട്ടും സഹിച്ചില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളത്തെയും ഓരോരോ മെസ്സേജും കാണുമ്പോൾ എല്ലാം നല്ലതിനെ മാത്രം സംസാരിച്ചിട്ട് അവൾക്കും വേണ്ടി ഒരു സമയത്ത് മാഡം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്. അത് ഇപ്പോഴല്ലാതെ ആ ഫസ്റ്റിൽ തുടങ്ങിയപ്പോഴെങ്ങാണ്ട് അതെനിക്ക് ഒട്ടും സുഖിച്ചില്ല. അതോടെ ഞാൻ നിർത്തുമായിരുന്നു. പിന്നെ ഞാൻ എന്തോ കണ്ടുകൊണ്ടിരുന്നപ്പം മാഡത്തിൻ്റെ ആ മെസ്സേജ് കാണാനിടയായി. നമ്മൾ ഹെഡ്ലൈൻ നോക്കുമല്ലോ, ഇടുമല്ലോ, അന്നേരം അത് നോക്കിയപ്പം ഇതൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന്. പിന്നെയാണ് വീണ്ടും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ അത്രയ്ക്കും നല്ലൊരു മെസ്സേജാണ് മാഡം പാസ് ചെയ്യുന്നത് എല്ലാവർക്കും. അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നല്ല അവതരണം, കേട്ടിരിക്കേണ്ട ഒരു സുഖമുണ്ട്, ആക്ഷനും ആ സംസാര ശൈലിയൊക്കെ. ഓക്കെ മാഡം, ഞാനൊരു 32 വർഷമായി തിരുവനന്തപുരം ജില്ലയിൽ ജോലിക്ക് കയറിയിട്ട്.